നമ്മളൊരാളെ വിളിക്കുന്ന വാക്ക് അവരുടെ ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്റ്റ്, ഐഡൻറ്റിറ്റി എന്നിവയെല്ലാം ബാധിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില വാക്കുകൾ ആദ്യം മെഡിക്കൽ ടേമായി തുടങ്ങും, പിന്നീട് ലേബലായും ഇൻസൾട്ടായും മാറും. അത്തരത്തിലൊരു വാക്കായിരുന്നു മെൻ്റൽ റിട്ടാർഡേഷൻ. പക്ഷേ ഇന്ന് ബോത്ത് മെൻ്റൽ ഹെൽത്ത് ഫീൽഡും മെഡിക്കൽ ഫീൽഡും ഈ വാക്ക് പൂർണ്ണമായി ഒഴിവാക്കി. പകരം കൂടുതൽ റെസ്പെക്ട്ഫുൾ ടേമായ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി? ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഈസ് എ ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് കാണപ്പെടുന്നു: ഇന്റലക്ച്വൽ ഫങ്ഷനിങ് ആൻഡ് അഡാപ്റ്റീവ് ഫങ്ഷനിങ്. കൂടാതെ ഈ ലിമിറ്റേഷൻസ് ഡെവലപ്മെന്റ് പീരീഡിൽ തന്നെ കണ്ടു തുടങ്ങണം, അതായത് കുട്ടി വളർന്നു വരുന്ന പീരീഡിൽ. ഇതിനെക്കുറിച്ച് സൊസൈറ്റിയിൽ ഇപ്പോഴും പല മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്, വെറും ഒരു IQ സ്കോർ കുറഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആകുമോ എന്ന്. സത്യത്തിൽ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസിന് വെറും ഒരു IQ സ്കോർ മാത്രം പോരാ. ഇതിന് പ്രധാനമായും രണ്ട് ക്രൈറ്റീരിയ ആണുള്ളത്: ഇന്റലക്ച്വൽ ഫങ്ഷനിങ്, അതായത് പ്രോബ്ലം സോൾവിങ്, അബ്സ്ട്രാക്ട് തിങ്കിങ്, റീസണിങ് പോലുള്ള കാര്യങ്ങളുള്ള പരിമിതി. അഡാപ്റ്റീവ് ഫങ്ഷനിങ്, അതാണ് ഏറ്റവും പ്രധാനം. ഒരു വ്യക്തിക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി, ലൈക്ക് സെൽഫ് കെയർ, കമ്മ്യൂണിക്കേഷൻ, മണി ഹാൻഡ്ലിംഗ്, ട്രാവലിംഗ്, സോഷ്യൽ ആൻഡ് ഡെയിലി ലൈഫ് സ്കിൽ പോലുള്ള കാര്യങ്ങൾ എത്രത്തോളം സപ്പോർട്ട് വേണമെന്ന് വിലയിരുത്തുന്നു. കൂടാതെ ഈ ലിമിറ്റേഷൻസ് ഡെവലപ്മെന്റ് പീരീഡിൽ തന്നെ ആരംഭിച്ചിരിക്കണം. അതുപോലെ മറ്റൊരു വലിയ കൺഫ്യൂഷനാണ് ലേണിംഗ് ഡിസബിലിറ്റിയും ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയും ഒന്നാണോ എന്ന്. ആക്ച്വലി ഇവ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ജനറൽ ഇൻ്റലിജൻസ് ആവറേജ് ആയിരിക്കും, അതായത് IQ 85 അല്ലെങ്കിൽ അതിന് മുകളിലായിരിക്കും. പക്ഷേ റീഡിംഗ്, റൈറ്റിംഗ്, മാത്സ് പോലുള്ള ജനറൽ അക്കാഡമിക് ഏരിയാസിൽ ഇവരിൽ ബുദ്ധിമുട്ട് കാണപ്പെടുന്നു. എന്നാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് IQ 70 അല്ലെങ്കിൽ അതിന് താഴെയായിരിക്കും. അതോടൊപ്പം ഓവറോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലും ജനറൽ ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡൻ്റ്ലി മാനേജ് ചെയ്യാനുള്ള കഴിവിനും ഇവരിൽ ലിമിറ്റേഷൻസ് കാണപ്പെടുന്നു. സത്യത്തിൽ ലേബലുകളല്ല ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടത്, കൃത്യമായ സപ്പോർട്ടും ഓപ്പർച്യൂണിറ്റീസുമാണ്. ഈ മാർച്ച് മാസം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഡെവലപ്മെന്റ് അവയർനെസ് മന്തായി ആചരിക്കുമ്പോൾ ഓർക്കുക, എവറി മൈൻഡ് ലേൺസ് ഡിഫറെൻ്റ്ലി, ബട്ട് എവറി മൈൻഡ് ഡിസേർവ് ഡിഗ്നിറ്റി, റെസ്പെക്ട് ആൻഡ് ഇൻക്ലൂഷൻ. അവരെ ഒരു കണ്ടീഷന്റെ പേരിൽ മാറ്റി നിർത്താതിരിക്കാം, പകരം അവർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി സൊസൈറ്റിയുടെ ഭാഗമാക്കാം.